സംസ്ഥാനത്ത് ഇടതുമുന്നണിക്ക് അനുകൂലമായ വിധിയെഴുത്തുണ്ടാകുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. മൂന്നാം തവണയും LDF അധികാരത്തിൽ വരും. ജനങ്ങൾ കൂടുതലായി ബൂത്തിലേക്ക് എത്തുന്നത് തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്നാണ് പ്രതീക്ഷയെന്നും ചിറ്റയം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്താണ് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം വലിയ സമാനതകളില്ലാത്ത വികസന മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നത്. ഇന്നിപ്പോ രാവിലെ മുതൽ എല്ലാ സ്ഥലത്തും നല്ല പോളിംഗ് ആണ് കാണാൻ കഴിയുന്നത്. പരമാവധി വോട്ടർമാർ നേരിട്ട് വന്ന് വോട്ട് ചെയ്യുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി നല്ലൊരു ശതമാനം ആളുകൾ ഇപ്പോൾ വോട്ട് ചെയ്യുന്നതിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പല സ്ഥലത്തും ഈ വോട്ടിംഗ് മെഷീന്റെ പ്രശ്നമാണോ എന്നറിയില്ല, നീണ്ട ക്യൂ ആണ് കാണുന്നത്. വോട്ട് ചെയ്യാനുള്ള താമസം നേരിടുന്നു പല സ്ഥലത്തും. അതുകൊണ്ട് തന്നെ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാലും ഇനിയും ധാരാളം ആളുകൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന അവസ്ഥയാണ് പല സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നത്. പൊതുവെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നല്ല തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു.